പുരാണത്തിൽ പ്രതിപാദിക്കുന്ന പ്രകാരം ഇന്ത്യയിൽ 7 പുണ്യനഗരങ്ങളാണുള്ളത്. അവ അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവാന്തിക, ദ്വാരക എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഈ പുണ്യനഗരങ്ങൾ സന്ദർശിക്കുക വഴി ഭക്തർക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദ്വാരക കൃഷ്ണന്റെ വാസസ്ഥലമാണ്. കടൽ കൃഷ്ണഭഗവാന് കനിഞ്ഞു നൽകിയതാണത്രേ ഈ പുണ്യനഗരം. സമ്പദ് സമൃദ്ധമായ ഈ നഗരം സ്വർണപുരി എന്ന പേരിലും അറിയപ്പെടുന്നു. ദ്വാരകയുടെ ഉദ്ഭവത്തെപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം ഗരുഡനാണത്രേ കൃഷ്ണഭഗവാന് വേണ്ടി ദ്വാരക തിരഞ്ഞെടുത്തത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണന് കടലിൻ്റെ വരദാനമായി നൽകിയതാണ് ഈ പുണ്യനഗരം. अष्टमी
സ്വപ്നമായി മുരളീധര സ്വപ്നമായി മുരളീധര മഞ്ജുഭാവനയിൽ തുളുമ്പും സുഗന്ധമാം ഹരി ഗോവിന്ദ മന്ത്രമാധുരി പോലെ ജീവന്റെ മന്ത്രമാവുക മാധവ പുരാതന കാലത്ത് ഭാരതത്തിൽ യയാതി എന്നൊരു രാജാവുണ്ടായിരുന്നു. ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി. ദേവയാനിയിൽ യയാതി മഹാരാജാവിന് 2 പുത്രന്മാരുണ്ടായി, യദുവും തർവസുവും. യദുവിൻ്റെ വംശത്തിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. യാദവ വംശത്തിന് 2 ഉപവംശങ്ങളുണ്ടായി, വൃഷ്ണിവംശവും ഭോജവംശവും. വൃഷ്ണിവംശജനാണ് ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പിതാമഹൻ ശൂരകനായിരുന്നു. ശൂരകൻ്റെ മൂത്ത പുത്രനായ വസുദേവരാണ് ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ. ശ്രീകൃഷ്ണൻ്റെ അമ്മ കുകുരവംശജയായ ദേവകിയായിരുന്നു. ദേവകിയുടെ അച്ഛനായ ദേവതൻ്റെ സഹോദരൻ ഉഗ്രസേനനായിരുന്നു യാദവ വംശത്തിലെ അന്നത്തെ രാജാവ്. ഉഗ്രസേനൻ്റെ പുത്രനായ കംസൻ അച്ഛനെ സ്ഥാനഭ്രഷ്ടനാക്കി സ്വയം രാജാവായി. ശൂരസേന പുത്രനായ വസുദേവൻ ദേവകിയെ വിവാഹം കഴിച്ചു. അവളുമൊത്ത് രഥത്തിൽ സ്വഗൃഹത്തിലേക്ക് പോവുകയായിരുന്നു. സഹോദരിയായ ദേവകിയെ സന്തോഷിപ്പിക്കുവാനായി ഉഗ്രസേനപുത്രനായ കംസൻ തന്നെയാണ് തേർ തെളിച്ചത്. പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരശരീരി കംസനോടായി പറഞ്ഞു, നിന്റെ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. കംസൻ സ്വസഹോദരിയെയും ഭർത്താവിനെയും കൽത്തുറുങ്കിൽ അടച്ചു. കാലഗതിയിൽ വസുദേവർക്കും ദേവകിക്കും 8 പുത്രന്മാരും ഒരു പുത്രിയും ജനിച്ചു. ഒന്നിനു പുറകെ ഒന്നായി 7 പേരെയും കംസൻ വധിച്ചു. 8ാമത് ഗർഭം ധരിച്ച ദേവകി കൃഷ്ണന് ജന്മം നൽകി. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ തൻ്റെ രൂപം, ജനനം, പ്രവൃത്തികൾ എന്നിവയെല്ലാം അതീന്ദ്രിയമാണെന്നും അവയെ ശരിയായി അറിയുന്നവൻ ആധ്യാത്മിക ലോകത്തേക്ക് മാറ്റപ്പെടാൻ സർവഥാ അർഹനായിത്തീരുന്നുവെന്നും ഭഗവാൻ പറയുന്നു. ഭഗവാന് പ്രത്യക്ഷപ്പെടുവാനുള്ള സമയമായപ്പോൾ നക്ഷത്രങ്ങളും ഇതര ജ്യോതിർഗോളങ്ങളും ശുഭകരമായ നിലയിലായിത്തീർന്നു. രോഹിണി നക്ഷത്രം മംഗളകരമായി കരുതപ്പെടുന്നു. ഭഗവാന്റെ കൽപ്പനപ്രകാരം ഈറ്റില്ലത്തുനിന്നും വസുദേവർ കുട്ടിയെ എടുക്കാൻ തുടങ്ങി. അതേ നിമിഷത്തിൽ യശോദനന്ദന്മാർക്ക് ഒരു പെൺകുട്ടി പിറന്നു. ഭഗവാന്റെ ആന്തരിക ശക്തിയായ യോഗമായായിരുന്നു അവൾ. പുത്രനായ കൃഷ്ണനെയും കൊണ്ട് വസുദേവർ നടന്നു പോകുമ്പോൾ ഭഗവാൻ ശേഷൻ സർപ്പാകൃതിയിൽ വന്ന് വസുദേവരുടെ തലയ്ക്കു മുകളിൽ ഫണം വിടർത്തി മഴയുടെ ശല്യത്തിൽ നിന്നും ഭഗവാനെ രക്ഷിച്ചു. ഗോകുലത്തിൽ നന്ദമഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ച് കൃഷ്ണനെ യശോദയുടെ അടുത്തു കിടത്തി. അവൾ പെറ്റ പെൺകുഞ്ഞിനെയും എടുത്ത് മടങ്ങി. ദേവകിക്ക് 8ാമത്തെ കുട്ടി ജനിച്ചതറിഞ്ഞ കംസൻ ആ കുഞ്ഞിനെ പാറയിലടിക്കാനായി ഉയർത്തി. പക്ഷേ പെട്ടെന്ന് ആ ശിശു അയാളുടെ കയ്യിൽ നിന്ന് വഴുതിച്ചാടി ആകാശത്തിൽ ഉയർന്ന് വിഷ്ണുവിൻ്റെ ഇളയ സഹോദരിയായി 8 കൈകളോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. കംസനോടായി ദേവി പറഞ്ഞു,
നിന്നെ കൊല്ലാനുള്ള ശിശു എനിക്ക് മുമ്പേ പിറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതു കേട്ട കംസൻ കൂടുതൽ ഭയചകിതനായി. വൃന്ദാവനത്തിൽ സർവ ഐശ്വര്യങ്ങളോടും കൂടി ബലരാമനുമൊത്ത് ശ്രീകൃഷ്ണൻ വസിച്ചു പോന്നു. ഗോകുലത്തിൽ കൗമാരകാലം പൂർത്തിയാക്കിയ കൃഷ്ണൻ മഥുരയിൽ പ്രവേശിച്ചു. അഭൂതപൂർവമായ വരവേൽപ്പ് ലഭിച്ച കൃഷ്ണനും ബലരാമനും മഥുരാ നഗരി കണ്ടു നടന്നു. അതിനുശേഷം കംസനെ വധിച്ചു. പിന്നീട് തൻ്റെ മാതാപിതാക്കളെ കാരാഗൃഹത്തിൽ നിന്നും മോചിപ്പിച്ചു. ജരാസന്ധന്റെ ആക്രമണം ഭയന്നാണ് യാദവർ ദ്വാരകയിൽ വാസസ്ഥലമുറപ്പിച്ചത്. പിന്നീട് അർജുനനും സഹോദരനായ ഭീമനെയും കൂട്ടി കൃഷ്ണനും ബലരാമനും കൂടി ജരാസന്ധനെ വധിച്ച് മഥുര സ്വന്തമാക്കി. പിന്നീട് മഹാഭാരത യുദ്ധം അനിവാര്യമാകുന്നു. ഈ യുദ്ധത്തിൽ കൃഷ്ണൻ പാണ്ഡവപക്ഷത്തും അദ്ദേഹത്തിൻ്റെ യുദ്ധപ്പട കൗരവർക്കുമായി ഭാഗിച്ചു കൊടുക്കുന്നു. മഹാഭാരത യുദ്ധം ശ്രീകൃഷ്ണന്റെ സഹായത്തോടെ ജയിച്ച പാണ്ഡവർ പിന്നീട് അശ്വമേധയാഗം നടത്തി. അങ്ങനെ ധർമ്മരാജ്യം വീണ്ടും സ്ഥാപിതമായപ്പോൾ ശ്രീകൃഷ്ണന്റെ ജീവിത ലക്ഷ്യം സഫലമായി. ജീവിത ലക്ഷ്യം പ്രാപിച്ച ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് 26 വർഷങ്ങൾ കൂടി ജീവിച്ചു. ജരാസന്ധന് ഭയമുണ്ടായിരുന്ന കാലമത്രയും അന്യോന്യം സ്നേഹസഹകരണങ്ങളോടെ കഴിഞ്ഞുവന്ന യാദവർ ദ്വാരകയിലെ സുരക്ഷിതമായ അഭയസ്ഥാനം ലഭിച്ചതോടുകൂടി സുഖഭോഗങ്ങളിൽ മുഴുകി വാഴാൻ തുടങ്ങി. യുധിഷ്ഠിര സാമ്രാജ്യം പുനഃസ്ഥാപിച്ചപ്പോൾ യാദവർ കുറെ കൂടി സുരക്ഷിതരായി. ഏതു പാപം ചെയ്യാനും അവർക്ക് മടിയില്ലാതായി. ബ്രാഹ്മണ, വൃദ്ധ, പിതൃഗുരുഗണത്തെ അപമാനിക്കുകയും സാമൂഹിക ബന്ധങ്ങളെ തകർക്കുകയും ചെയ്ത വൃഷ്ണികൾ ഇരുമ്പുലക്ക കാരണം നശിച്ചെന്നത് പ്രസിദ്ധമാണ്. ഈ ഇരുമ്പുലക്ക നാശത്തിൻ്റെ പ്രതീകമാകുന്നു. ശ്രീകൃഷ്ണന്റെ വളർത്തുമകനായ സാമ്പന്റെ വയറ്റിൽ നിന്ന് മുനിശാപം കാരണം ഇരുമ്പുലക്ക ഉണ്ടായെന്നും അത് രാഗി പൊടിച്ചു കളഞ്ഞിട്ടും കാരപ്പുല്ലുകളായി മുളച്ചു വളർന്നെന്നും യാദവർ ഈ പുല്ലു പറിച്ച് തമ്മിലടിച്ച് മരിച്ചെന്നുമാണ് കഥ. ഇപ്രകാരം ഒരു ഭാഗത്ത് പൂർണ്ണ വിജയവും മറുഭാഗത്ത് പൂർണ്ണ പരാജയവും അനുഭവിച്ച ശ്രീകൃഷ്ണൻ സമ്പൂർണനായി കർമ്മരംഗത്തുനിന്നും പിന്മാറി വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ചു. ജ്ഞാനസമ്പാദനം, ധ്യാനസാധന എന്നീ അന്തിമധ്യേയങ്ങളിൽ മുഴുകിക്കഴിയവേ വേടന്റെ അമ്പേറ്റ് മൃത്യുവരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക സമുദ്രത്തിൽ മുങ്ങിപ്പോയി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക വസതി മുങ്ങിപ്പോയില്ല. ഇവിടെയാണ് വജ്രൻ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.